എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു വാർത്തയുണ്ട്. ആ വാർത്ത ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഇന്നലെ ഉണ്ടായിരുന്നു ആ ഒരു വാർത്ത, പക്ഷേ ഇന്ന് കൂടുതലായിട്ട് ആ വാർത്തയുടെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് അറിയാൻ സാധിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഈ ഒരു വീഡിയോ കണ്ടിട്ട് വരാം, അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പക്ഷേ കടക്കുന്നതിന് മുമ്പായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കൂർക്കം വലിയുടെ ഒരു ശബ്ദം കേൾക്കും. അത് ഞാനല്ല, കാരണം ഇതെൻ്റെ അമ്മയുടെ റൂമിലാണ് ഈ വൈഫൈ കണക്ഷനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ ഉറങ്ങുമ്പോൾ ഭയങ്കര കൂർക്കം വലിയായിരിക്കും. എല്ലാവരും ക്ഷമിക്കുക എന്ന് മാത്രമേ എനിക്ക് തൽക്കാലം പറയാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം. പത്തനംതിട്ടയിൽ 64 പേർക്ക് എതിരെ പരാതിയുള്ള ലൈംഗിക പീഡന കേസിൽ 6 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ പിടിയിലായവരുടെ എണ്ണം 20ആയി. റാന്നിയിൽ നിന്നുള്ള 6 പേരുടെ അറസ്റ്റാണ് ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തിയത്. അറസ്റ്റിലായവരിൽ നവവരനും പ്രതിശ്രുതവരനും +2 വിദ്യാർത്ഥിയും സഹോദരങ്ങളുമുണ്ട്. പ്രതികൾക്കെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമവും ചുമത്തി 7 എഫ്ഐആറുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. പിന്നോക്ക വിഭാഗക്കാരി പെൺകുട്ടി, കായിക താരം, 3.5 വർഷത്തിലധികം നീണ്ട ലൈംഗിക ചൂഷണം ആരോപണ വിധേയരിൽ പരിശീലകരും കായിക താരങ്ങളും സഹപാഠികളും നാട്ടുകാരും. അപൂർവ ലൈംഗിക ദുരുപയോഗമാണ് ഉണ്ടായത്. സ്കൂളിലും വീട്ടിലും പൊതുവിടത്തിലും എന്തിന് വാഹനത്തിൽ പോലും പെൺകുട്ടി അതിക്രമത്തിനിരയായി. പത്തനംതിട്ട നഗരത്തിൽ ചുട്ടിപ്പാതയിലെത്തിച്ചും ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് മൊഴി. പാറയ്ക്ക് മുകളിലേക്ക് മറ്റാരും കടന്നു വരുന്നില്ല എന്ന് ഉറപ്പാക്കാൻ കാവലിനും ആളുണ്ടായിരുന്നത്രേ. തീർച്ചയായിട്ടും പോലീസ് അന്വേഷണം ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എല്ലാ പ്രതികളെയും ഐഡന്റിഫൈ ചെയ്യും. ആരൊക്കെ എന്നുള്ള നിലയ്ക്കും എവിടെ വെച്ചെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ തെളിവിശേഖരണം പുരോഗമിക്കുന്നതാണ് പോലീസിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. 13 വയസ്സുള്ളപ്പോൾ ആൺ സുഹൃത്ത് ഇന്നലെ പിടിയിലായ സുബിൻ മൊബൈൽ ഫോണിൽ അശ്ലീല ചിത്രങ്ങൾ അയച്ചു കൊടുത്തു. ശേഷം കുട്ടിയുടെ നഗ്നചിത്രങ്ങളും ദൃശ്യങ്ങളും വാങ്ങി. 2 വർഷം മുൻപ് ഒരു ദിവസം റബ്ബർ തോട്ടത്തിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി. മറ്റൊരു ദിവസം പുലർച്ചെ 2 മണിക്ക് കുട്ടിയുടെ വീടിനടുത്ത് ഷെഡിൽ വെച്ചും പീഡിപ്പിച്ചു. തുടർന്ന് ഇയാൾ പെൺകുട്ടിയെ കൂട്ടുകാർക്ക് കാഴ്ചവെക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇന്ന് പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്തത് 3 കേസുകളാണ്. ഇതിൽ 9 പേരാണ് പിടിയിലായത്. ഇതിൽ ഒരാൾ +2 വിദ്യാർത്ഥിയാണ്. ഷംനാദ്, അഫ്സലിന്റെ സഹോദരൻ ആഷിഖ്, നിതിൻ പ്രസാദ്, അഭിനവ്, കാർത്തിക്, സുധീഷ്, അപ്പു എന്നിവരെ കോടതി റിമാൻഡ് ചെയ്തു. പരാതിയിന്മേൽ ആദ്യം കേസെടുത്തത് ഇലവുംതിട്ട പോലീസാണ്. 5 പേരെ ഇന്നലെ തന്നെ പിടികൂടി. സുബിൻ, VK വിനീത്, K അനന്തു, S സന്ദീപ്, അച്ചു ആനന്ദ്, S സുധി എന്നിവരാണത്. പിടിയിലായവരിൽ നവവരനും അടുത്ത ദിവസം വിവാഹം തീരുമാനിക്കപ്പെട്ട യുവാവും ഉൾപ്പെടും. പീഡനകാലത്ത് പിതാവിന്റെ മൊബൈൽ ഫോണാണ് പെൺകുട്ടി പലപ്പോഴും ഉപയോഗിച്ചിരുന്നത്. രാത്രികാലത്ത് ഈ മൊബൈലിൽ വിളിച്ചാണ് പലരും പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചത്. ഫോണിൽ സേവ് ചെയ്യപ്പെട്ടിരുന്നതിൽ തിരിച്ചറിയപ്പെട്ട 32 പേരിലേക്കാണ് ആദ്യഘട്ട അന്വേഷണം. മഹിളാ മന്ദിരത്തിൽ കഴിയുന്ന 18-കാരിയുടെ മൊഴി ഇന്നും രേഖപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യും. അടുത്തിടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ക്രമീകരിച്ച കൗൺസിലിംഗിനെ തുടർന്നാണ് പെൺകുട്ടി ദുരനുഭവം പങ്കുവച്ചത്. മൊഴിപ്രകാരമുള്ള പേരുകൾ കണക്കാക്കുമ്പോൾ പോക്സോ വിഭാഗത്തിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടുതൽ പ്രതികളുള്ള കേസായി ഇത് മാറ്റപ്പെട്ടേക്കാം. ഒരുപക്ഷെ സൂര്യനെല്ലി കേസിനേക്കാൾ ഒരു പടി മുന്നിൽ. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്. എന്തല്ലേ ഇത്, എന്തൊരു കാലഘട്ടമാണെന്ന് സത്യം പറഞ്ഞാലുണ്ടല്ലോ. എന്നെ നിങ്ങൾ ആര് എങ്ങനെ എയറിൽ കയറ്റിയാലും പഞ്ഞിക്കിട്ടാലും ശരി തന്നെ ഈ ഒരു കാര്യത്തിൽ എൻ്റെ അഭിപ്രായം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഈ ഒരു വിഷയത്തിൽ ചെറിയ പെൺകുട്ടിയാണ്, 18 വയസ്സ് മാത്രമേ അവൾക്ക് പ്രായമുള്ളൂ, ഒക്കെ ശരി തന്നെ. പക്ഷേ ഞാൻ ആ കുട്ടിയെ മാത്രമേ കുറ്റം പറയൂ ഈ ഒരു അഭിപ്രായത്തിൽ. എന്ന് വെച്ചാൽ വേട്ടക്കാരന്മാരെ ആരെയും കുറ്റം പറയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% അവന്മാരെ കുറ്റം പറയും. പക്ഷേ ഞാൻ ഈ പെൺകുട്ടിയെ കൂടി കുറ്റം പറയും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 18 വയസ്സ് ഇപ്പോഴാണ് കുട്ടിക്ക് പ്രായം പൂർത്തിയായിട്ടുള്ളത്. 13 വയസ്സുള്ളപ്പോഴാണ് കുട്ടിയെ ആദ്യമായിട്ട് പീഡിപ്പിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ ഈ 13 വയസ്സുള്ള സമയത്ത് ഒരു ആൺ സുഹൃത്തെന്ന് പറയുന്നു, ആ പുള്ളിക്കാരൻ മൊബൈലിനകത്ത് മൊബൈൽ ഫോണിൽ, അതായത് ഈ കുട്ടിയുടെ കയ്യിലുള്ളത് അച്ഛൻ്റെ മൊബൈലാണെന്നും പറയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു മൊബൈലിനകത്ത് അശ്ലീല വീഡിയോകൾ ഈ കുട്ടിയെ കാണിച്ചു. അതിനുശേഷം കുട്ടിയുടെ വീഡിയോകൾ പുള്ളിക്കാരൻ ആവശ്യപ്പെട്ടപ്പോൾ കുട്ടി അതിൻ്റെ നഗ്ന ദൃശ്യങ്ങളെടുത്ത് അവന് കൊടുത്തു. എന്തല്ലേ, 13 വയസ്സായ ഒരു പെൺകുട്ടിക്ക് എങ്ങനെ അതിന് ധൈര്യം ഉണ്ടായി? എൻ്റെ ഒരു ചോദ്യമാണ്. എങ്ങനെ ആ കുട്ടിക്ക് അതിന് തോന്നി? അത് മാത്രമല്ല, ഇനി 13 വയസ്സെന്നുള്ളത് അറ്റ്ലീസ്റ്റ് 18 വയസ്സോ 17 വയസ്സോ തന്നെ ആവട്ടെ, സ്വന്തം നഗ്ന ദൃശ്യങ്ങൾ മറ്റൊരാൾക്ക് പ്രദർശിപ്പിക്കാനുള്ള ആ ഒരു ത്വര എങ്ങനെ ഉണ്ടായി കുട്ടിക്ക്? അപ്പോൾ കുട്ടിയുടെ ഭാഗത്ത് കുറച്ച് തെറ്റില്ലേ?
എനിക്കങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കുറച്ച് തെറ്റ് കുട്ടിയുടെ ഭാഗത്തും ഉണ്ട്. എന്നിട്ട് ഈ പുള്ളിക്കാരൻ വിളിച്ചപ്പോഴൊക്കെ റബ്ബർ തോട്ടത്തിലൊക്കെ പോകാനും എടുക്കാനും ഒക്കെ എന്താ കുട്ടിക്ക് എന്താ പേടി തോന്നിയില്ലേ? ഒരു അന്യ പുരുഷൻ, അതും ഈ സംഭവത്തിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്നറിയാം. അതല്ലെങ്കിൽ ഫസ്റ്റ് തവണയും സെക്കൻഡ് തവണയും കുട്ടിക്ക് അത് അറിഞ്ഞുകൊടുന്ന് തന്നെ ഇരിക്കട്ടെ. ഒരു വട്ടം പോയി അബദ്ധം പറ്റി, 2 വട്ടം പോയി, പിന്നെ വീട്ടിൻ്റെ പരിസരത്തുള്ള കളിയിലിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് സംഭവിച്ചു. അപ്പോൾ എന്താണിത്? പിന്നീട് ഈ കുട്ടി തന്നെ കുട്ടിയുടെ ദൃശ്യങ്ങൾ പുള്ളിക്കാരന് അയച്ചു കൊടുത്തു. അതല്ലാതെ പുള്ളിക്കാരെ പീഡിപ്പിക്കുന്ന സമയത്തെടുത്ത ദൃശ്യങ്ങൾ. പിന്നെ അത് വെച്ചിട്ടായിരിക്കണം ഒരു പക്ഷേ ഈ കുഞ്ഞിനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ പെൺകുട്ടികൾ കുറേ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പൊന്നുമോളെ, നീ ഇത് കേൾക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുന്ന കുട്ടിയുടെ ബന്ധുക്കളോ ആരെങ്കിലും കേട്ടാലും എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, എനിക്കിത് മാതാപിതാക്കളോട് കൂടിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ 64 പേര് പീഡിപ്പിച്ചു എങ്കിൽ നിങ്ങൾ ഒരു അമ്മയോ അച്ഛനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ലേ? അപ്പോൾ അത്രയ്ക്കുള്ള ശ്രദ്ധ മാത്രമേ ഈ കുട്ടിയുടെ മേൽ നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇവളെന്താ നിങ്ങൾക്ക് വലിയ ബാധ്യതയായിരുന്നു? നിങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ ആ കുഞ്ഞിനെ വല്ല അനാഥാലയത്തിലും കൊണ്ടുവന്ന് ആക്കണമായിരുന്നു. എങ്കിൽ വളരെ സുരക്ഷിതത്വത്തോടു കൂടി, ചിലപ്പോൾ ഭക്ഷണത്തിനും എന്തെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിൽ കൊടുക്കുന്നത് കണക്ക് അത്രയും ഉണ്ടാവില്ലായിരിക്കാം. വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊന്നും കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷേ അവർ നല്ല കുട്ടികളായിട്ട് ഇതുപോലെയുള്ള ആപത്തുകളൊന്നും പറ്റാതെ അവർ സേഫായിട്ട് തന്നെ ഇരിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഇത് ആർക്കാണ് പിഴച്ചത് ശരിക്കും? ഈ കുഞ്ഞിനെ ഇത്രയും വർഷം ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ട്, അതും 64ഓളം പേര് ഉപയോഗിച്ചിട്ട് സ്വന്തം മാതാവും പിതാവും അറിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ അതൊരു വല്ലാത്ത അതിശയോക്തി തന്നെയാണ്. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഞാനും അമ്മയാണ്, എനിക്കുണ്ടൊരു മോനും ഉണ്ട്. ഞാൻ എൻ്റെ മകളോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്, മകനോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായാലും, ഇതുപോലെ എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും ആദ്യം അത് ഒരു കാരണവശാലും മൂടി വെക്കരുത്, അമ്മയോട് പറയണം എന്നൊരു ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുട്ടിയുടെ അടുത്ത്. ഈ കുട്ടിക്ക് വീട്ടിൽ ഇത് പറയാൻ പാടില്ലായിരുന്നു എങ്കിൽ എന്തായിരുന്നിരിക്കണം അതിൻ്റെ അർത്ഥം? വീട്ടിൽ എല്ലാം തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം കുട്ടിക്ക് ഉണ്ടായിരുന്നില്ലായിരിക്കാം. എന്നാൽ പോലും 1 വട്ടം പറ്റി, 2 വട്ടം പറ്റി, 20 വട്ടം പറ്റി, 30 വട്ടം പറ്റി, ഈ 64 വട്ടവും പറ്റുന്നത് വരെ ഈ കുട്ടി എന്തിനാണ് മനസ്സിലെല്ലാം ഒളിപ്പിച്ച് വെച്ചുകൊണ്ടിരുന്നത്? അതായത് പറയുന്നു, കുട്ടി ഒരു കായിക താരമായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ, കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആളുകൾ അത്രയും പീഡിപ്പിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു അനുഭവം കിട്ടിയ സമയത്ത് ഈ മോൾ എന്താണ് ആരോടും മിണ്ടാണ്ട് വെച്ചുകൊണ്ടിരുന്നത്? എന്തിനാണ്? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പഠിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും പലരിൽ നിന്നും, ഒരാളിൽ നിന്ന് മാത്രമല്ല, കുഞ്ഞിന് പലരിൽ നിന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഇവൾ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ആ സ്ഥലത്ത് തന്നെ പൊയ്ക്കൊണ്ടേയിരുന്നു? അതായത് ഇതിൻ്റെ കോച്ചിങ് ഒക്കെ കൊടുക്കുന്ന സ്ഥലമാണെന്ന് വെച്ചോ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു തവണ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ വീണ്ടും അങ്ങോട്ടേക്ക് ചെല്ലാൻ ഇവൾക്ക് ഒരു പേടിയും തോന്നിയില്ലേ? എൻ്റെ ചോദ്യം ന്യായമാണോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് എല്ലാത്തിനേക്കാളും വലുതാണ് ആത്മാഭിമാനവും അതുപോലെ തന്നെ മാനവും ചാരിത്ര്യവും. ചാരിത്രശുദ്ധി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഈ കുഞ്ഞിന് പേടി തോന്നിയില്ലെന്നാണ് എനിക്ക് ഒരു അനുഭവം വന്നു, പല അനുഭവങ്ങളുണ്ടായി. അതിനുശേഷം വീണ്ടും ഇതുപോലെയുള്ള സ്ഥലത്ത് വീണ്ടും വീണ്ടും ചെന്നിങ്ങനെ തള്ളി കയറി ചെല്ലാനായിട്ട് ഇവൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ലേ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്നിട്ട് ഇപ്പോൾ 64 പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നു. ഇത്രയും ഈ 64 പേര് പീഡിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞ് എന്തോരം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും? ഈ 64 പേരും പീഡിപ്പിച്ചിട്ട് അവൾക്ക് ഒരു തവണ പോലും പ്രഗ്നൻ്റ് ആയില്ലേ ഈ കുട്ടി? അതൊക്കെ ഒരു ചോദ്യമാണ്. ചെറിയ കുട്ടിയാണ്, ചെറിയ പ്രായം തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ എന്താണ് ഈ 64 പേരും പലതവണ ഉപയോഗിച്ചിട്ടും കുഞ്ഞ് ഒരു തവണ പോലും ഗർഭിണി ആയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതൊന്നും ഇത് എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഇപ്പോഴും ശരിക്കും മനസ്സിലാവുന്നില്ല. എന്താണിത് എന്നുള്ള കാര്യത്തിൽ ഒരിതുമില്ല. ഇന്നിപ്പോൾ പറയുന്നു, വാർത്തയിൽ കേട്ടില്ലേ, കുറേ ആളുകളെ 10-20ഓളം പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ നവവരനുണ്ടായിരുന്നു, പ്രതിശ്രുത വരനുണ്ടായിരുന്നു എന്നൊക്കെയാണ് അറിയുന്നത്. ഓർത്ത് നോക്കൂ, ഇവനെയൊക്കെ കല്യാണം കഴിക്കുന്ന ആ പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ഇവനൊക്കെ വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീയുടെ അടുത്തേക്കല്ല പോയത്,
വിവാഹത്തിന് മുമ്പ് ഏതെങ്കിലും ആരുടെയെങ്കിലും അടുത്ത് പോവുകയല്ല ചെയ്തത്. ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കുകയാണ് ചെയ്തത്. പ്രായപൂർത്തിയാവാത്ത കുഞ്ഞിനെ പീഡിപ്പിക്കുകയാണ് ചെയ്തത്. അതുമാത്രമല്ല, എനിക്കിതിൽ മനസ്സിലാവാത്തൊരു കാര്യമെന്ന് വെച്ചാൽ നാട്ടുകാരും പീഡിപ്പിച്ചു. അതെന്താ ഈ കുട്ടിയോട് തന്നെ എല്ലാവർക്കും ഈ ഒരു വികാരം ഈ കുഞ്ഞിനോട് തോന്നേണ്ട കാര്യം എന്താണ്? എന്തിനാണ് ഈ കുഞ്ഞിനെ മാത്രം ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് ഇങ്ങനെ ചൂഷണം ചെയ്തത്? മനസ്സിലാവുന്നില്ല. എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്താണ് ഇതിങ്ങനെ സംഭവിച്ചതെന്നുള്ള കാര്യം. എന്തായാലും ഈ ഒരു കേസിൽ പോലീസ് നന്നായിട്ട് അന്വേഷിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. ഈ ഒരു കേസിന് ഇങ്ങനെ ഒരു കുട്ടികൾക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഒരു പരിധിവരെ കുഞ്ഞിനും അതിലൊരു പങ്കുണ്ടെന്നേ ഞാൻ പറയൂ. കാരണം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ശരി, മാതാപിതാക്കളോട് തുറന്നു പറയാൻ പറ്റിയില്ലെങ്കിൽ അവൾ അത് പറയണ്ട. അവൾക്ക് മറ്റാരോടെങ്കിലും പറയാമല്ലോ. കൂട്ടുകാരികളോട് പറയാം, സ്കൂളിലെ അധ്യാപകരോട് പറയാം, ആരുടെത്തെങ്കിലും ഒരാളോട്, ഏതെങ്കിലും ഒരു ബന്ധുവിനോടെങ്കിലും പറയാമല്ലോ. അവളുടെ പ്രായത്തിലുള്ള ആരുടെത്തെങ്കിലും അവൾക്കത് പറയാമല്ലോ. ഒരു പക്ഷേ ഇവരെല്ലാവരും ഇവളെ കൊന്നുകളയുമെന്നോ മറ്റോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കണം. അതല്ലെങ്കിൽ അവന്മാരെടുത്ത ഈ ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് ഇത് പലരെയും കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിലും അവൾക്ക് ഇതിൻ്റെ ഈ ഒരു കോച്ചിങ്ങും കാര്യങ്ങളും കൊടുക്കുന്ന സ്ഥലത്ത് മാത്രമല്ല, പിന്നെ ഒരു കുടുംബത്തിലെ തന്നെ സഹോദരങ്ങൾ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ സഹോദരങ്ങൾക്ക് എന്താ നാണമായില്ലേ? അത് പ്ലസ് ടുക്കാരായ പിള്ളേർ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. ഈ പിള്ളേർക്കൊക്കെ എന്തിൻ്റെ കേടാണെന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്നില്ല ഈ കുട്ടികൾക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാണെന്നുള്ളത്. കുറേ മൊബൈൽ ഫോണും എല്ലാം അങ്ങ് കൊടുത്തു. അത് പറയുന്ന കേട്ടില്ലേ, പാരൻസിൻ്റെ മൊബൈൽ, അതായത് അച്ഛൻ്റെ മൊബൈലാണ് കുട്ടി ഉപയോഗിച്ചിരുന്നത്. കിടന്നുറങ്ങാൻ പോകുന്ന പെൺകുട്ടിക്ക് എന്തിനാണ് അച്ഛൻ മൊബൈൽ കൊടുത്തേക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? ആ മൊബൈലിലൂടെയാണ് അവൾ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സെക്സ് ചാറ്റും അതും ഇതുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നഷ്ടം ആർക്കാണ്? ഇപ്പോൾ പലരും നേരെ മറിച്ച് ഒരു കൂട്ടം ആൾ വന്ന് പെട്ടെന്ന് റേപ്പ് ചെയ്ത് പോയി എങ്കിൽ അത് അവിടെ അങ്ങനെ അത് ആ ഒരു രീതിയിലങ്ങ് പോവും. പലരും പറയും ഈ കുട്ടി അയ്യോ പാവം കുഞ്ഞ് വീട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്ന കുഞ്ഞിനെ ഇത്ര പേര് വന്നിട്ട് ബലമായിട്ട് ചെയ്തിട്ട് പോയി എന്ന് പറയും. ഇപ്പോൾ ഈ 64 പേര് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ആ കുട്ടിയുടെ ചാരിത്രത്തെ കൂടെയാണ് മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്നത്. എന്തല്ലേ, എന്തൊരു കേരളം! ലജ്ജ തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് നാണക്കേട് തോന്നുന്നു. നമ്മുടെ ഈ നാട്ടിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിലും മറ്റ് ഏത് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലും എനിക്ക് തോന്നുന്നു സമ്പന്നർ കൂടുതലുള്ളത് ഇന്ത്യക്കകത്ത് കേരളത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ തോന്നലാണ്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടാവും, ഇല്ലയെന്നല്ല. കേരളത്തിൽ ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഞാൻ തീർത്ഥാടനത്തിന് പോയപ്പോൾ തന്നെ തമിഴ്നാട്ടിലെ പല വീടുകളും കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ ചെറിയ വീടുകളാണ് കൂടുതലായിട്ട്. പിന്നെ സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ വീടുകളൊക്കെ ഉണ്ടായിരിക്കാം, ഞാൻ കണ്ടിട്ടില്ല, അത് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ എങ്ങനെ വെച്ച് നോക്കിയാലും കേരളത്തിൽ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകളാണ്. എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയി പോകുന്നു എന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ കുട്ടിയുടെ പാരൻസിൻ്റെ ചെവിക്കൽ അടിച്ചു പൊട്ടിക്കണം, അച്ഛൻ്റെയും അമ്മയുടെയും. കാരണം ഈ കുഞ്ഞിനെ അത്രയ്ക്ക് ഇവർ കെയർ ചെയ്തില്ല, ഇവർ അത്രയ്ക്ക് ഇതിനെ ശ്രദ്ധിച്ചില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത്. ഇപ്പോൾ ഒരു കുട്ടിക്ക് അവൾ ഏത് രീതിയിലുള്ള അവളിപ്പോൾ ഇത് പറയുന്നു കായിക താരമാണെന്ന് പറയുന്നു. അപ്പോൾ അത് സംബന്ധിക്കുന്നതായാലും ഇപ്പോൾ ഡാൻസ് സംബന്ധിക്കുന്നതായാലും മറ്റ് ഏത് കലാവിഷയങ്ങളിലായാലും ഏതൊരു കാര്യങ്ങളിലായാലും ഒരു പെൺകുട്ടിയെ ഒരു ഉത്തരവാദിത്വമില്ലാതെയാണോ എവിടെയെങ്കിലും വിടേണ്ടത്? പാരൻസ് കൊണ്ടാണ് പോവേണ്ടത്. അച്ഛനോ അമ്മയോ ആരെങ്കിലും കൂടെ പോകണം കുട്ടിയുടെ കൂടെ. ഒരു ഉത്തരവാദിത്വ ബോധമില്ലാതെ കുട്ടിയെ ആരുടെയെങ്കിലും കൂടെ അതിനും ഇതിനുമൊക്കെ ആയിട്ട് ഇപ്പോൾ പഠനത്തിൻ്റെ ആവശ്യത്തിനാണെങ്കിൽ പോലും വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടിയെ ശ്രദ്ധിക്കാനായിട്ട് ആരിയ്ക്കുന്നു? അതൊക്കെ ഒരു കാരണമാണ് ഇതിനൊക്കെ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിത്തിരി ഇത്തിരി എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അത് വിശ്വസിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ കുട്ടി ഇത്രയും വർഷം ഉപയോഗിച്ചു, അതും പലരും ഉപയോഗിച്ചിട്ടും +2 പഠിക്കുന്ന കുട്ടികൾ വരെ ഉപയോഗിച്ചിട്ടും ഈ കുട്ടി ഒരു തവണ പോലും പ്രഗ്നൻ്റ് ആയിട്ടില്ല എന്ന് പറയുമ്പോൾ അതും അതിശയോക്തി തോന്നുകയാണ്. അതേ അങ്ങനെ ആവാണ്ടിരിക്കാനുള്ള എന്തെങ്കിലും മുൻകരുതൽ ഇവരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ എന്നും അറിയില്ല. എന്തു തന്നെയാണെങ്കിലും
കുട്ടി ഇനിയെങ്കിലും സേഫായിട്ടിരിക്കട്ടെ, അവളെ ഇനിയെങ്കിലും കൂടുതൽ ആളുകൾ വേട്ടയാടാതിരിക്കട്ടെ. അതേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള പെൺകുട്ടികളെങ്കിലും ഇതൊന്ന് കേട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മാതാപിതാക്കളും മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആൺകുട്ടികളുണ്ടെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഈ പറയുന്ന എൻ്റെ കാര്യമായാലും ശരി തന്നെ, എനിക്ക് പെൺകുട്ടിയുണ്ട് ആൺകുട്ടിയുണ്ട്. ആദ്യമാണ് മക്കൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മമാരൊക്കെ ആദ്യമാണ് അവർ തിരിച്ച് വീട് വരുന്നത് വരെ ടെൻഷനാണ്. എന്താ അല്ലേ? എന്തായാലും ഇനി ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ഇനി ഒരുപാട് സമയം വലിച്ചു നീട്ടുന്നില്ല. ഞാനും ശരിക്കും പറയുകയാണെങ്കിൽ ടെൻഷനായിപ്പോയി ഈ ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്ക്. എന്തായാലും മറ്റൊരു വാർത്തയുമായിട്ട് വരാം. എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി, നമസ്തേ.